ഇന്ന് ഓൾഡ് മൂവി റിവ്യൂവിൽ ഞാൻ പറയാൻ പോകുന്നത് 1994 പുറത്തിറങ്ങിയ പവിത്രം എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചാണ്. പി ബാലചന്ദ്രൻ സാറിന്റെ തിരക്കഥയിൽ ടി രാജീവ് കുമാർ സാർ സംവിധാനം ചെയ്ത ഒരു മനോഹരമായ ചിത്രമാണ് പവിത്രം എന്ന് പറയുന്നത്. ലാലേട്ടന്റെ തന്നെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമകളിൽ ഒന്നാണ് പവിത്രം എന്ന് പറഞ്ഞ ഈ സിനിമ. ഈ സിനിമയുടെ സംവിധായകനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് രാജീവ് കുമാർ സാർ എന്ന് പറയുന്നത്. പുള്ളിക്കാരന്റെ തന്നെ മറ്റ് സിനിമകളാണ് വക്കാലത്ത് നാരായണൻകുട്ടി, അതുപോലെ തന്നെ തച്ചോളി, വർഗീസ് ചേകവർ എന്ന് പറഞ്ഞ ചിത്രങ്ങളില്ല. പക്ഷെ ഈ സിനിമകളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് പുള്ളിക്കാരന്റെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ പേഴ്സണൽ ഫേവറേറ്റ് സിനിമയാണ് പവിത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ റൈറ്ററായ പി ബാലചന്ദ്രൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരന്റെ മറ്റ് സിനിമകളാണ് ഒന്ന് ഉള്ളടക്കം എന്ന് പറഞ്ഞ ഒരു സിനിമ. പുള്ളിക്കാരന്റെ പവിത്രം എന്ന് പറഞ്ഞ സിനിമയെ പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു സിനിമയാണ് ഉള്ളടക്കം എന്ന് പറയുന്നത്. ലാലേട്ടൻ തന്നെ ചെയ്തിട്ടുള്ള വളരെ മനോഹരമായ മറ്റൊരു ചിത്രമാണ് ഉള്ളടക്കം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ നമുക്ക് വളരെയധികം മലയാളികൾക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. കാരണം പുള്ളിക്കാരൻ നല്ലൊരു ആക്ടർ കൂടെയാണ്. നമ്മുടെ റീസെന്റ് ഇപ്പൊ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള, റീസെന്റ് അല്ല, കുറച്ച് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള മറ്റേ മിന്നൽ മുരളി എന്ന് പറഞ്ഞ ചിത്രത്തിൽ ടൊവിനോയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുള്ള പുള്ളിക്കാരനാണ് ഈ പി ബാലചന്ദ്രൻ സാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയിലെ മറ്റൊരു പ്രത്യേകതയാണ് ഒരുപാട് നല്ല പാട്ടുകളുണ്ട് ഈ സിനിമയിൽ. ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് ശരത് സാറാണ്. അതുപോലെ തന്നെ ഈ സിനിമയിലെ കാസ്റ്റിലേക്ക് വരാനാണെങ്കിൽ ഒരുപാട് ലെജൻഡറി ആക്ടേഴ്സ് ആണ് ഈ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സും അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് ലാലേട്ടൻ, തിലകൻ ചേട്ടൻ, ശ്രീവിദ്യ മാം, ശോഭന മാം, KPC ലളിത മാം, ഇന്നസെന്റ് സാറ്, അതുപോലെ തന്നെ നമ്മുടെ ശ്രീനിവാസൻ സാറ്, നരേന്ദ്ര പ്രസാദ് സാർ എന്ന് പറയുന്ന ഒരുപാട് ലെജൻഡറി ആക്ടേഴ്സ് ആണ് ഈ സിനിമയിലെ എല്ലാ പ്രധാന വേഷങ്ങളും അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് ഈ സിനിമയുടെ കഥാപശ്ചാത്തലത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിനകത്ത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ലാലേട്ടൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണന്റെ അച്ഛനും അമ്മയുമായിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് ശ്രീവിദ്യ മാമും തിലകൻ ചേട്ടനുമാണ്. അവർ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ഈ സിനിമയിലെ പേരെന്ന് പറഞ്ഞാൽ ദേവകിയമ്മ എന്നും ഈശ്വരപിള്ള എന്നുമാണ്. അതുപോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണന്റെ ഏട്ടനായിട്ട് ഒരു ക്യാരക്ടർ ഇതിനകത്തുണ്ട്. അത് ഈ സിനിമയിലെ ഒരു ഡോക്ടറാണ്, രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആ ക്യാരക്ടറാണ് നമ്മുടെ ശ്രീനിയേട്ടൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണന്റെ കാമുകി ആയിട്ട് ഒരു ക്യാരക്ടർ ഇതിനകത്തുണ്ട്, മീര എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അത് അവതരിപ്പിച്ചിട്ടുള്ളത് ശോഭന മാമാണ്. പിന്നെ ഈ സിനിമയുടെ പ്രധാന കഥ എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ അമ്മ ദേവകി, ഈ ഉണ്ണികൃഷ്ണൻ ഏകദേശം ഒരു 30 വയസ്സ് പ്രായമുള്ളപ്പോ പുള്ളിക്കാരി പ്രഗ്നന്റ് ആവുകയാണ്. ഇത്രയും ഒരു ഏജ് ഗ്യാപ്പിൽ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആവുമ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. അങ്ങനെ ഈ ഒരു കാര്യം അവരുടെ മക്കളോട് അവർക്ക് തുറന്നു പറയാനുണ്ടാവുന്ന ഒരു ചമ്മലും, അങ്ങനെ ഈ പുറത്ത് നാട്ടുകാരുടെ മുഖത്തോ നോക്കാനുണ്ടാവുന്ന അല്ലെങ്കിൽ അവരെ ഫേസ് ചെയ്യാൻ ഇവർക്കുണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഇതിനകത്ത് ദേവകി എന്ന് പറഞ്ഞ ക്യാരക്ടറും അതുപോലെ തന്നെ ഈശ്വരപിള്ള എന്ന് പറഞ്ഞ ക്യാരക്ടറും ഫേസ് ചെയ്യുന്നത്. മക്കൾ ഈ വാർത്ത എങ്ങനെ എടുക്കും അല്ലെങ്കിൽ അവരെങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും എന്ന ഒരു ടെൻഷനിൽ ഇരിക്കുന്ന ദേവകിയും അതുപോലെ ഈശ്വരപിള്ളയും അവരുടെ മുന്നിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഈ ഒരു കാര്യം സ്വീകരിക്കുന്നത്. അങ്ങനെ പിന്നീട് ഈ ഒരു കുട്ടിയുടെ ജനനത്തോടു കൂടി ദേവകി എന്ന് പറഞ്ഞ നമ്മുടെ ശ്രീവിദ്യ മാം അവതരിപ്പിച്ച ക്യാരക്ടർ മരണപ്പെടുകയാണ്. പിന്നീട് അമ്മയുടെ മരണശേഷം ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഈ ക്യാരക്ടറിന് ഈ കുട്ടീനെ വളർത്തേണ്ടി വരികയാണ്. പിന്നീട് പുള്ളിക്കാരന്റെ പ്രേമവും പുള്ളിക്കാരന്റെ കരിയറും എല്ലാം ഈ കുട്ടിക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടി വരികയാണ് ലാലേട്ടൻ ചെയ്ത ഈ ഒരു ക്യാരക്ടറിന്. പിന്നീട് അങ്ങോട്ട് ഈ കുട്ടി വലുതാവുന്ന സമയത്ത് ഈ കുട്ടി പുറത്ത് സിറ്റിയിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് സിറ്റി ലൈഫിന്റെ ഇൻഫ്ലുവൻസ് കാരണം ഈ കുട്ടിക്ക് സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ് സിനിമ പറയുന്നത്. അപ്പൊ പിന്നീട് അങ്ങോട്ട് ഈ ചേട്ടന്റെ അനിയത്തിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്, ഇതാണ് ഈ സിനിമയുടെ ഒരു കഥാ പശ്ചാത്തലം എന്ന് പറയുന്നത്. സോ ഈ സിനിമ കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഈ സിനിമ തീർച്ചയായിട്ടും കാണാം. ഈ സിനിമ യൂട്യൂബിലും മനോരമ മാക്സിലെല്ലാം അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ എന്റെ പേര് ഷാഹുൽ റഹ്മാൻ എന്നാണ്. ഇനി ഈ ചാനലിൽ ഇവിടുന്ന് അങ്ങോട്ടും വീഡിയോസിൽ ഞാനും ഉണ്ടാവും. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.